നമസ്കാരം. വെയിൽ ചിന്നുന്നുണ്ട്, ഓർമ്മകൾ ഉണരുന്നുണ്ട്, കാക്കകൾ കരയുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്, മരങ്ങൾ ഉലയുന്നുണ്ട്, കാടിളകുന്നുണ്ട്, ചൂഷണം പെരുകുന്നുണ്ട്, സമരം തുടരുന്നുണ്ട്. കൾച്ചറൽ ഫോറം കേരള UP ജയരാജൻ അനുസ്മരണം എല്ലാ പ്രാവശ്യവും ആവുന്ന വിധം നടത്തിപ്പോരുന്നുണ്ട്. പ്രത്യേകിച്ച് ആധിപത്യങ്ങളും പ്രത്യേകിച്ച് ജനാധിപത്യ വിരുദ്ധ അധികാര സ്വഭാവങ്ങളും കടന്നുകയറ്റങ്ങളും കൂടുന്ന ഈ കാലത്ത്, അല്ലെങ്കിൽ ഇതിനിടയിലെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് സാംസ്കാരിക കാര്യങ്ങളുണ്ട്. സാംസ്കാരികമായ നമ്മൾ തുടർന്നു പോതിരുന്ന പ്രതിരോധ സംവിധാനങ്ങളോ അല്ലെങ്കിൽ കലയുടെ തന്നെ പൊതു സ്വഭാവങ്ങളോ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. അതിലേറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഒരു നഷ്ടം എന്ന് പറയുന്നത് സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. സാഹിത്യം എവിടെ നിന്നാണോ ഒരുപക്ഷെ രാജകൊട്ടാരങ്ങളിൽ വാഴ്ത്തുപാട്ടുകളും ഉണ്ടിരിക്കുന്നവന്റെ സുഖലോലുപകളിൽ നിന്നും മുഴുകിയിരുന്ന അതേ സ്വഭാവത്തിലേക്ക് നമ്മുടെ സാഹിത്യം പിന്തിരിഞ്ഞു നടക്കുന്നുണ്ട്. അത്തരം പിന്തിരിഞ്ഞു നടപ്പിൽ നിന്നാണ് UP ജയരാജനെ പോലുള്ള എഴുത്ത് എന്നുള്ളത് പ്രതിരോധവും അത് അടിസ്ഥാന വർഗത്തെ കൂടെ ചേർക്കുന്ന ജനാധിപത്യ സ്വഭാവത്തിന്റെയും ജനാധിപത്യ ഗുണങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിവുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒന്നാക്കി തീർക്കണമെന്നുള്ള വളരെ വിശാലമായ ചിന്തകൾ എഴുത്തിലൂടെ വരുന്നത്. എഴുത്ത് എന്നത് വെറും ഒരു ഭാവനയോ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രക്രിയയോ അല്ല എന്നുള്ളതും, മറിച്ച് എഴുത്ത് താൻ ജീവിക്കുന്ന കാലഘട്ടത്തെയും തങ്ങളുടെ വർത്തമാനത്തെ അടയാളപ്പെടുത്തുന്ന പൊതു സ്വഭാവത്തെയും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് എഴുത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വളരെ കുറഞ്ഞ, എനിക്ക് തോന്നുന്നത് UP ജയരാജൻ അത്ര വലിയ നീണ്ട എഴുത്തുകളോ അത്തരത്തിലുള്ള ഒരു രീതിയോ അവലംബിച്ചിട്ടില്ല. പക്ഷെ എഴുതിയ അത്രയും സഹജീവികളോടുള്ള അടിസ്ഥാനപരമായി മനുഷ്യൻ എങ്ങനെ ആധുനികമായ രീതിയിലേക്കും പങ്കുവയ്ക്കലിന്റെ സമത്വത്തിലേക്കും എങ്ങനെ എത്തിച്ചേരണം എന്നുള്ള വളരെ വിപ്ലവാത്മകമായ രീതിയിലുള്ള എഴുത്ത് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് UP ജയരാജനെ കൾച്ചറൽ ഫോറം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ പൊതുസ്വഭാവം. ഇപ്പോൾ വർത്തമാനത്തിൽ ഏറ്റവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു എന്താ പറയാ നിരന്തരം കോട്ട് ചെയ്തുകൊണ്ട് രാഷ്ട്രീയം പറയാൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെ എടുത്താൽ തന്നെ ഏറ്റവും വർത്തമാന കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് ത്രസിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ആരാണോ നമ്മളെ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രതികരിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ കലാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ സമരങ്ങളെ ഇല്ലാതാക്കുന്ന പ്രക്രിയയും, അതേ സമയത്ത് തന്നെ ഏറ്റവും പ്രാചീനമായ രീതിയിൽ ഗുരുപൂജ തുടങ്ങിയ അല്ലെങ്കിൽ ബ്രാഹ്മണിക് ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും തിരിച്ചു കൊണ്ടുവരുന്ന വളരെ അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ UP ജയരാജന്റെ ഓരോ വരികളും അത് ഉയർത്തിപ്പിടിക്കേണ്ട മുദ്രാവാക്യങ്ങളായി, സാംസ്കാരികമായ വലിയ പരിവർത്തനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഉയർത്തിപ്പിടിക്കേണ്ട, ഉയർത്തിപ്പാടേണ്ട, ഉയർത്തിപ്പറയേണ്ട മുദ്രാവാക്യങ്ങളായി തന്നെയാണ് കേരള കൾച്ചറൽ ഫോറം അതിനെ കാണുന്നതും അത് ഓർമ്മിപ്പിക്കുന്നതും. നമുക്ക് കൂടുതൽ UP ജയരാജനെ പരിചയപ്പെടാൻ വേണ്ടി നമ്മോടൊപ്പം ഇന്ന് EK ദിനേശൻ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുകയും എഴുത്തും പ്രത്യേകിച്ച് പ്രവാസി സാംസ്കാരിക മേഖലകളിൽ സജീവമായ പങ്കാളിത്തം കാഴ്ചവെക്കുന്ന EK ദിനേശനാണ് ഇന്ന് ജയരാജൻ അനുസ്മരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്നുള്ള നിലയ്ക്ക് നമ്മോടൊപ്പം കൂടിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. EK ദിനേശന് സ്വാഗതം. സ്വാഗതം. കൾച്ചറൽ ഫോറം കേരളത്തിന്റെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.
തുടക്കത്തിൽ മണികണ്ഠൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് UP ജയരാജൻ എന്ന വ്യക്തിയെ ഈ കാലം ഓർമ്മിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം. ആ ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് UP ജയരാജൻ എന്ന ഒരു രാഷ്ട്രീയ മനുഷ്യന്റെ സാഹിത്യ, സാംസ്കാരിക, സാമൂഹിക നിലപാടുകളെ കുറിച്ചുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 1950 പിറന്ന് 1999 നമ്മോട് വിട പറഞ്ഞു പോയ UP ജയരാജ് താരതമ്യേന തൻ്റെ ചെറിയ ജീവിതകാലത്ത് ഒരുപക്ഷെ 10-15 വർഷം വരെ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്ന സാമൂഹിക രാഷ്ട്രീയ അവബോധങ്ങളും അതിനുശേഷം അത് സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് പിന്നീട് ആ വ്യക്തി രൂപപ്പെടുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയം അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 10-35 വർഷക്കാലം മാത്രമാണ് UP ജയരാജൻ എന്ന മനുഷ്യൻ അങ്ങേയറ്റം രാഷ്ട്രീയമായി തൻ്റെ ജീവിതത്തെ പരുവപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും ചെറിയ കാലം കൊണ്ട് UP ജയരാജനെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും 10-25 വർഷക്കാലം കേരളീയ സമൂഹം പൂർണ്ണമായും രാഷ്ട്രീയമായി വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ടെങ്കിൽ UP ജയരാജൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സർഗാത്മക മണ്ഡലങ്ങളിൽ വേറിട്ടൊരു വ്യക്തിത്വമാണെന്ന് നമുക്ക് എല്ലാവർക്കും അശേഷം സംശയമില്ലാതെ തന്നെ ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് UP ജയരാജൻ 2025 ഏറ്റവും പുതിയ കാലത്തും നമ്മുടെ മുമ്പിൽ ഒരു വലിയ പാഠപുസ്തകമായി തുറന്നു വയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഒരു സമൂഹത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ ആ ജീവിതം ഏതർത്ഥത്തിലാണ് തൻ്റെ സമൂഹത്തിലെ അടിത്തട്ട് മനുഷ്യരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ മനുഷ്യരോട്, നീതി നിഷേധിക്കപ്പെട്ടു പോയ മനുഷ്യരോട് ഐക്യപ്പെടുന്നത് എന്നതും ആ ഐക്യപ്പെടലിനെ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയം, അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ മൂല്യബോധം, അത് മുന്നോട്ട് വെക്കുന്ന സമത്വബോധം, അത് മുന്നോട്ട് വെക്കുന്ന സാഹോദര്യം, അത് മുന്നോട്ട് വെക്കുന്ന മാനവികത, അതിൻ്റെ ആഗോള പരിസരം ഒക്കെ തന്നെ ഒരു വ്യക്തിയെ നിരന്തരമായി ഓർമ്മിപ്പിക്കാൻ പൊതുസമൂഹത്തെ പാകപ്പെടുത്തുന്നുണ്ട്. ആ അർത്ഥത്തിൽ തന്നെയാണ് UP ജയരാജൻ എന്ന വ്യക്തിയുടെ സർഗാത്മക ജീവിതത്തെയും അതോടൊപ്പം അതിൻ്റെ പ്രത്യയശാസ്ത്ര ഉള്ളടക്കത്തെ സമ്പന്നമാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തെയും നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം UP ജയരാജനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികൾ അല്ലെങ്കിൽ ചെറുകഥകൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം പൂർണ്ണമായും മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ജീവൽ പ്രശ്നങ്ങളെ രാഷ്ട്രീയപരമായി അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ആ കാലത്ത് ജീവിച്ച, അല്ലെ അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ച മലയാളത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാർ, തകഴി മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള പൊൻകുന്നം വർക്കി ഒക്കെയുള്ള എഴുത്തുകാർ, അതായത് കോളനിയാനന്തരം ഉണ്ടായിട്ടുള്ള ഒരു സമൂഹത്തിൽ, അതായത് ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷമുള്ള സമൂഹത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള പുരോഗതി, അത് മലയാളത്തിലാകുമ്പോൾ അത് ആർജിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ സാംസ്കാരികപരമായ പരിസരങ്ങൾ, അതെങ്ങനെയാണ് അതാത് കാലത്തെ സമൂഹവുമായിട്ട് ഭാഷയും സംസാരവും ഒക്കെ തന്നെ ഏറ്റുമുട്ടുന്നത്, ആ ഏറ്റുമുട്ടലിൽ അതിൻ്റെ സാക്ഷികളായ രേഖപ്പെടുത്തുന്ന വ്യക്തികളുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ എന്താണ് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തകഴിയൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ തൻ്റെ കൃതികളിലൂടെ തന്നെ ആ കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ, സാമൂഹ്യ അവസ്ഥകളെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. പൊൻകുന്നം വർക്കിയും ആ അർത്ഥത്തിൽ തൻ്റെ കഥകളിൽ കൂടി തന്നെ മനുഷ്യന്റെ വൈയക്തികമായ പ്രശ്നങ്ങളെ സാമൂഹ്യവൽക്കരിക്കുകയും ആ സാമൂഹ്യവൽക്കരണത്തിൽ നമുക്കൊരു രാഷ്ട്രീയത്തെ വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. അപ്പം ആ അർത്ഥത്തില്
1947 ശേഷം ഉണ്ടായിട്ടുള്ള സാഹിത്യത്തിൽ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ സാമൂഹ്യ പരിസരം ഏതർത്ഥത്തിലാണ് ഇഴകിച്ചേർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കഥകളിൽ ഏത് അർത്ഥത്തിലാണ് അവ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊരു പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം രചനാലോകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു എഴുത്തിന്റെ രാഷ്ട്രീയത്തെ പൂർണാർത്ഥത്തിൽ തൻ്റെ കൃതികളിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ എഴുത്തുകാരനായിട്ട് നമുക്ക് UP ജയരാജനെ സാക്ഷ്യപ്പെടുത്താൻ കഴിയും. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും M സുകുമാരനെ കുറിച്ചും പട്ടത്തുള്ള കരുണാകരനെ കുറിച്ചും OV വിജയനെ കുറിച്ചും ഒക്കെ തന്നെ നമുക്ക് VP ശിവകുമാറിനെ കുറിച്ചൊക്കെ തന്നെ സമാനമായ ഒരു നിരീക്ഷണം നമുക്ക് നടത്താൻ കഴിയും. M സുകുമാരനെ ശേഷക്രിയൊക്കെ നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ അത് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ചെറു നോവൽ മുന്നോട്ട് വെച്ചിട്ടുള്ള അതിന്റെ രാഷ്ട്രീയം ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പൊതു മണ്ഡലങ്ങളിൽ മൂല്യശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിലെ അല്ലെ അതിനെ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ ദൗർബല്യങ്ങളെയും എങ്ങനെയാണ് മുതലാളിത്തവൽക്കരിക്കപ്പെട്ടു പോയ ഒരു സാമൂഹ്യ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യയശാസ്ത്രപരമായി മനുഷ്യർക്കുണ്ടാകുന്ന മൂല്യരാഹിത്യവും പാർലമെന്റ് ജനാധിപത്യത്തോട് നേതാക്കൾക്കുണ്ടാകുന്ന അദമ്യമായ ഉപാധികളില്ലാത്ത ഇഴകിച്ചേരലും അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്, അതിന്റെ പൊതു സ്വത്വം എന്താണ് എന്നൊക്കെ തന്നെ നമുക്ക് ശേഷക്രിയ ഇപ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നിലനിൽക്കെ അതിനെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് UP ജയരാജ് തൻ്റെ എഴുത്തുകളെ മുന്നോട്ട് വയ്ക്കുന്നത്. അത് പ്രത്യേകിച്ചും 1970-കൾ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുന്നത് അങ്ങേയറ്റം ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തെ മാത്രം മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായിരുന്നില്ല, മറിച്ച് അത് അത്രമാത്രം സർഗാത്മകമായിട്ടും ഭാവനാപരമായിട്ടും സമൂഹത്തിലെ വ്യത്യസ്തരായ മനുഷ്യരുടെ ജീവിത അനുഭവങ്ങളെ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളെ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ അവർക്ക് തടസ്സമായി നിൽക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ ഇതൊക്കെ തന്നെ മറികടന്നു കൊണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നക്സൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആ കാലത്തുണ്ടായിട്ടുള്ള ജനകീയ സാംസ്കാരിക വേദി പോലെയുള്ള പ്രസ്ഥാനങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള മധ്യവർഗത്തിൽപ്പെട്ട യുവാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ ബോധവും ഒക്കെ തന്നെ ആ കാലത്ത് ഒരുപക്ഷെ രാഷ്ട്രീയത്തെ പോലെ തന്നെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ പോലെ തന്നെ നമ്മുടെ കലാ സാംസ്കാരിക രംഗങ്ങളിലും പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് നാടകങ്ങളിലും തെരുവ് നാടകങ്ങളിലും ചെറുകഥകളിലും പാട്ടുകളിലും ഒക്കെ തന്നെ ആ രീതിയിലുള്ള ഒരു അനുഭവത്തെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. പക്ഷെ അതൊക്കെ നിലനിൽക്കുമ്പോഴും UP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഓരോ ചെറുകഥകളും ഓരോ കഥകളും കാലാതിവർത്തിയായ അതിന്റെ പ്രമേയം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഈ UP ജയരാജനെ കുറിച്ചുള്ള ഏതൊരു സംവാദങ്ങളിലും എടുത്തു പറയുന്ന ഒരു ഡസനോളം കഥകളുണ്ട്. ആ കഥകൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നത് ആ കഥയെ ഉൾക്കൊള്ളുന്ന അതിന്റെ രാഷ്ട്രീയ പൊതുസ്വത്വത്തെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രശസ്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമല്ല, മറിച്ച് ആ കഥകൾ നിലവിലിരിക്കുന്ന ഇന്ത്യൻ സാഹചര്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ കഥകളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു 1978, 80-കളിൽ എഴുതിയ 89-ലൊക്കെ എഴുതിയ കഥകളിലെ പ്രമേയം നിലവിലിരിക്കുന്ന ഇന്ത്യൻ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു കഥാകൃത്ത് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് തനിക്ക് തൻ്റെ കാലശേഷവും താൻ ജീവിച്ച ഇടങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള സാമൂഹിക സംഘർഷങ്ങളെയും അത് ഉൽപ്പാദിപ്പിക്കുന്ന അസമത്വങ്ങളെയും കൃത്യമായി ഭാവനാത്മകമായി വളരെ നേരത്തെ തന്നെ രേഖപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ UP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് തൻ്റെ രചനകൾ അദ്ദേഹം ഒട്ടുമുക്കാൽ രചനകളും ആ അർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ട് പ്രമേയത്താലും അതിന്റെ ആഖ്യാന സ്വഭാവത്തിലും വിജയിച്ച കഥകളാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഈ കഥാസാഹിത്യത്തിൽ പ്രത്യേകിച്ചും ഉത്തരാധുനികതയും അല്ലെങ്കിൽ ആധുനികതയും പിന്നീട് വന്ന ഉത്തരാധുനികതയും ഒക്കെ തന്നെ കഥയുടെ ഫ്രെയിമിലും അതിന്റെ ശില്പഭംഗിയിലും അതിന്റെ പ്രമേയ സ്വീകരണത്തിലും ഒക്കെ തന്നെ വ്യത്യസ്തമായ അനുഭവ പരിസരങ്ങളെ മലയാള വായനക്കാർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. OV വിജയന്റെ കടൽത്തീരത്ത് എന്ന കഥയും
എം മുകുന്ദന്റെ പ്രഭാതം മുതൽ പ്രഭാതം വരെയുള്ള കഥയൊക്കെ തന്നെ ഈ അർത്ഥത്തിൽ ഈ വ്യത്യസ്തമായ അനുഭവ പരിസരങ്ങളെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ പ്രഭാതം മുതൽ പ്രഭാതം വരെ എന്ന കഥയിൽ അസ്തിത്വ ദുഃഖവുമായി ജീവിക്കുന്ന യുവാവ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് UP ജയരാജന്റെ കഥകളിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഉത്തരാധുനികതയും ആധുനികതയും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന കഥാപരിസരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അദ്ദേഹം സ്വീകരിക്കുന്ന പ്രമേയങ്ങൾ ആ കാലത്തെ ജീവിതാവസ്ഥയുമായി സാധാരണപ്പെട്ട മനുഷ്യരുമായി ഏതൊക്കെ അർത്ഥത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. അതിന് കാരണം ഓരോ കഥകളിലെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി തൻ്റെ മുന്നിൽ ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ അവസ്ഥകൾ തന്നെയാണ് ഒരു പ്രത്യേക രീതിയിലേക്ക് UP ജയരാജൻ ആവിഷ്കരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 കഥകളെ കുറിച്ച് നമുക്കിവിടെ പരിശോധിക്കാം. അദ്ദേഹം 1978 എഴുതിയ തെയ്യങ്ങൾ എന്ന കഥ എക്കാലത്തും ആ കഥയുടെ രാഷ്ട്രീയ മൂല്യബോധം നിലനിൽക്കുന്നത് പല കാരണങ്ങളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം എന്ന് പറയുന്നത്, തെയ്യം എന്ന് പറയുന്നത് വടക്കേ മലബാറിലെ സ്വാഭാവികമായും ക്ഷേത്രങ്ങളിൽ ആചരിക്കപ്പെടുന്ന ഒരു കലാരൂപമാണെങ്കിലും അതിനെ വിശ്വാസപരമായി ആചാരപരമായി ആ പ്രദേശത്തെയും അല്ലെങ്കിൽ അതിൽ ദൈവികമായി വിശ്വസിക്കുന്ന മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ള നിഷേധിക്കാൻ കഴിയാത്ത ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന ഇടത് പുരോഗമനവാദികളും പിന്നെ ആ ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരൊക്കെ ഉൾപ്പെട്ടിരിക്കാം. പക്ഷെ അപ്പോഴും അതിനുള്ളിൽ എങ്ങനെ ഒരു രാഷ്ട്രീയത്തെ കൃത്യമായി പ്രവേശിപ്പിക്കാമെന്ന് ഈ കഥയിലൂടെ തന്നെ UP ജയരാജ് തെളിയിക്കുന്നുണ്ട്. കഥയിലേക്ക് പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളാണുള്ള, ഒന്ന് നന്ദനും, മറ്റൊന്ന് ഗംഗനും, കരുണനും. ഈ ഗംഗൻ എന്ന് പറയുന്ന കഥാപാത്രം തെയ്യം ഈ കോമരം കെട്ടാൻ വേണ്ടി നിൽക്കുകയും അതിനിടയിൽ തന്നെ അദ്ദേഹം ചെറുപ്പകാലത്തെ ഈ തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി തൻ്റെ ദൈവ സങ്കല്പത്തെ ആവിഷ്കരിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഗംഗനെ തേടി പോലീസ് വരുന്നത്. അപ്പം പോലീസ് വരുമ്പോൾ അവിടെയുള്ള കഴകക്കാരും അതിന്റെ നടത്തിപ്പുകാരും ഒക്കെ തന്നെ ഈ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പോലീസ് പറയുന്നുണ്ട് ഗംഗൻ ചെയ്ത കുറ്റം മുതലാളിയുടെ ഗോഡൗണിൽ തീവച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് എന്തുകൊണ്ട് ഗംഗൻ ദൈവത്തെക്കുറിച്ച് ഓർത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ആഘോഷം അവസാനിക്കുന്നത് വരെ ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇതൊക്കെ കഴിഞ്ഞ് ഗംഗനെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ കഥയുടെ അവസാന ഘട്ടത്തിലേക്ക് ഈ ഗംഗൻ എന്ന് പറയുന്ന പൂർണാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ബോധമുള്ള അല്ലെങ്കിൽ വിപ്ലവകാരി എന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഗംഗനോട് അതിനു മുമ്പ് സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, നീ കെട്ടുന്ന ഈ ദൈവ രൂപത്തിൽ നിനക്ക് വല്ല വിശ്വാസവുമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെ പൂർണാർത്ഥത്തിൽ ഗംഗൻ നിഷേധിക്കുക മാത്രമല്ല, ഗംഗൻ അതിന് പറയുന്നത് ഒരു നാൾ ഞാൻ എല്ലാ ദൈവങ്ങളെയും കൊല്ലുമെന്ന് പറയുന്നുണ്ട്. അപ്പം ആ അർത്ഥത്തില് ഗംഗൻ ആർജിച്ചെടുത്തിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര ബോധം ഈ പറയുന്ന തൊഴിൽ ചെയ്യുന്ന സമയത്തും അദ്ദേഹം അതിനെ ഉൾക്കൊള്ളുകയും, എന്നാൽ അത് ആചരിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഗംഗൻ പൂർണാർത്ഥത്തിൽ ഒരു വിപ്ലവകാരിയായിട്ട് മാറുകയാണ്. അങ്ങനെ ഒടുവില് ഈ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ആ കഥ അവസാനിക്കുന്ന ആ രംഗം വായിക്കുമ്പോഴാണ് UP ജയരാജന്റെ ചെറുകഥ ആവിഷ്കാരങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ഭാഷയുടെ മനോഹാരിത, അതിൻ്റെ പരിസരങ്ങൾ, ഇതൊക്കെ തന്നെ വായനക്കാരനെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാനതിവിടെ വായിക്കാം. പുളികൻ ഒരു നിമിഷം നിശ്ചലനായി നിന്നു. എന്നാൽ തങ്ങളുടെ ദൈവത്തെ രക്ഷിക്കാൻ ധൈര്യമില്ലാത്ത കല്ലാടികളും കായികക്കാരും കോമരവും നാട്ടുപ്രമാണികളും സ്തബ്ധരായി നിസ്സഹായരായ മാപ്പുസാക്ഷികളെ പോലെ നോക്കി നിൽക്കുക തന്നെയായിരുന്നു. പെട്ടെന്ന് ഊന്നുവടികൾ നിലത്തൂന്നി. അവിശ്വസനീയമായ വേഗതയിൽ ആകാശത്തിലൂടെ ഊഞ്ഞാലാടി പോലീസുകാരുടെ തലയ്ക്ക് മുകളിലൂടെ ഗംഗൻ പൊങ്ങി ഉയർന്നു. നൂറ്റാണ്ടുകളായി ദൈവങ്ങളുടെ ഇച്ഛാശക്തിക്ക് കീഴടങ്ങി അവരുടെ ശാപങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കിടക്കുന്ന
മണ്ഡപങ്ങൾക്ക് മുകളിൽ നിന്നും അപ്രതിരോധ്യമായ ഒരു ശബ്ദമുയർന്നു. ഇൻകുലാബ് സിന്ദാബാദ്, നെയ്ത്ത് തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ഇത് ഇത് ഗംഗന പറയുന്നത് തൻ്റെ ശരീരത്തിൽ മുഴുവൻ ആ സമയത്ത് ഗുളികനായി അവതരിക്കേണ്ട ചമയങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെ തന്നെ തൻ്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡപത്തിൽ കയറിയിട്ട് ഇൻകുലാബ് സിന്ദാബ്, നെയ്ത്ത് തൊഴിലാളി യൂണിയൻ സിന്ദാബാദ് എന്ന് പറയുന്നത്. കാരണം നെയ്ത്ത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഈ മുതലാളി തന്നെ ഗംഗനെ പ്രതിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു തീവയ്പ് നാടകം ഒരുക്കുന്നത്. അപ്പം ഈ അർത്ഥത്തില് കഥ എന്ന് പറയുന്നത് കേവലം നമുക്ക് മുമ്പിലുള്ള ഒരു സമയം പോക്കോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അയാൾ ഉണ്ടാക്കുന്ന ഭാവനാത്മകമായിട്ടുള്ള ഒരു തീമിനെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഥാതന്തുവിനെ അതിമനോഹരമായി ആവിഷ്കരിക്കുക എന്ന് മാത്രമല്ല, പലപ്പോഴും UP ജയരാജന് ശേഷം മലയാളത്തിൽ എത്രമാത്രം രാഷ്ട്രീയ കഥകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. മലയാളത്തിലെ പ്രമുഖരായ എല്ലാ എഴുത്തുകാരുടെയും മൊത്തം കഥകളിൽ നിന്നും രാഷ്ട്രീയ കഥകൾ എന്ന രീതിയിൽ പ്രസാധകർ ഒരു പ്രത്യേക വിഭാഗം കഥകൾ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒട്ടുമുക്ക എഴുത്തുകാരെ നമുക്ക് അങ്ങനെയുള്ള രാഷ്ട്രീയ കഥകൾ കാണാം. ഞാൻ ഈ അടുത്ത കാലത്തായി T. പത്മനാഭന്റെ ഒക്കെ രാഷ്ട്രീയ കഥകൾ വായിക്കുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഒന്ന് രണ്ട് കഥകളിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ മധ്യകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങളെ കുറിച്ച് വളരെ നിശിതമായ വിമർശനങ്ങൾ ആ രീതിയിലുള്ള കഥകൾ നമുക്ക് കാണാം. പക്ഷെ UP ജയരാജന്റെ കഥകളെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ ഏതെങ്കിലും ഒരു സംഭവത്തെയോ ഏതെങ്കിലും ഒരു വിഷയത്തെയോ ഏതെങ്കിലും ഒരു മനുഷ്യരെയോ ഒരു കൂട്ടം മനുഷ്യരെയോ ബാധിക്കുന്ന വിഷയങ്ങളല്ല UP ജയരാജൻ കഥയിലൂടെ ആവിഷ്കരിക്കുന്നത്. അത് കാലാതിവർത്തിയായി നിലനിൽക്കുന്നതും മൊത്തം സമൂഹത്തിനെ കൂടി ബാധിക്കുന്ന രീതിയിലുള്ളതാണ്. അതിന് ഏറ്റവും മികച്ച മറ്റൊരു കഥയാണ് UP ജയരാജൻ ഇതേ കാലത്ത് തന്നെ എഴുതിയ ബീഹാർ എന്ന കഥ. എനിക്ക് തോന്നുന്നു 1978 എഴുതിയ ബീഹാർ എന്ന കഥ ഈ കാലത്തും അത്രമാത്രം പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഒരു കാരണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ആ കഥയിൽ പ്രണയമുണ്ട്, വിരഹമുണ്ട്, ഫ്യൂഡൽ ജന്മിത്ത വാഴ്ചയുണ്ട്, അതോടൊപ്പം തന്നെ അതിമനോഹരമായി വർണ്ണിച്ചെടുത്ത ഗ്രാമഭംഗിയുണ്ട്, ആൺ മേധാവിത്വമുണ്ട്, ജാതിയുണ്ട്. ഇതൊക്കെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഈ കഥകളിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ 1978 എഴുതിയ UP ജയരാജൻ എഴുതിയ ബീഹാർ എന്ന കഥ 2025 എത്തി നിൽക്കുമ്പോൾ ആ കഥക്കുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ ബീഹാറിൽ നിന്നും ബീഹാർ അത്രമാത്രം മാറിയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നിലവിൽ ഇപ്പോൾ പുതിയ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നടത്തിവരുന്ന സൂക്ഷ്മമായ പരിശോധനകളൊക്കെ തന്നെ നമുക്ക് എടുത്ത് ഒന്നൊന്നായി പരിശോധിക്കുമ്പോൾ 1978 UP ജയരാജൻ എഴുതിയ കഥയും ഈ കാലത്തെ രാഷ്ട്രീയ സാഹചര്യവുമായി ഏതൊക്കെ അർത്ഥത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബീഹാറിന്റെ സാമൂഹിക പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ട് എഴുതപ്പെട്ട ഈ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരോട് എങ്ങനെയാണ് ഫ്യൂഡൽ വ്യവസ്ഥയിലെ സവർണരായ മനുഷ്യരുടെ ഇടപെടൽ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ എത്ര നിഷേധിച്ചാലും ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ അടിമുടി ബാധിച്ചു കഴിഞ്ഞ ജാതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. അപ്പം ജാതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ചും അത് ഐക്യവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രതിരോധിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ഭരണകൂട ഉപകരണമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് ന്യൂനപക്ഷമായ സവർണ അധീശത്വ ശക്തിയിലാണെങ്കിൽ കൂടി അടിത്തട്ട് മനുഷ്യർ അതിന്റെ ഇരകളാകാൻ പ്രധാനപ്പെട്ട കാരണം ഒന്ന് സാമ്പത്തികമാണെങ്കിലും ആ സാമ്പത്തിക ഏതെങ്കിലും അർത്ഥത്തിൽ അവർക്ക് അതിജീവിക്കാൻ കഴിയുമെങ്കിലും സാമൂഹ്യ സാഹചര്യങ്ങൾ ആ സമ്പത്തിനെ പോലും പ്രതിരോധിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ബീഹാർ എന്ന കഥയെ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ബീഹാറിലെ കഥയിലെ ചെറുപ്പക്കാരൻ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരത്തിലാണ് ഈ കഥ അതിൻ്റെ ഉള്ളടക്കത്തെ
വളരെ കൃത്യമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ കഥയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന സാമൂഹിക പരമായിട്ടുള്ള അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. കഥ ബീഹാറിലെ അതിമനോഹരമായ ഒരു പാടത്താണ് നടക്കുന്നത്. അതിലിങ്ങനെ UP എഴുതി വെക്കുന്നുണ്ട്, നീ എന്നെ ഒളിഞ്ഞു നോക്കുന്നതെങ്ങാനും കാണാനിട വന്നാൽ ചെറിയ തമ്പുരാന്റെ സ്വതേ ചുവന്ന മുഖം നീരസം കൊണ്ട് ഒന്നുകൂടി ചുവക്കും. എനിക്കറിയാം, ഇത്തവണ കൊയ്ത്ത് കഴിയുന്നതിന് മുമ്പ് പദമളന്ന് കൂലി വാങ്ങി കുടിൽ വെച്ച് ഞാൻ നിന്നെ എന്റെ പെണ്ണാക്കുന്നതിന് മുമ്പ് ചെറിയ തമ്പുരാൻ നിന്നെ അനുഭവിക്കുക തന്നെ ചെയ്യും. എനിക്കതിൽ പരാതിയില്ല. പുത്തനായി തീണ്ടാരിയായ 3 പേരാണ് ഇത്തവണത്തെ കൊയ്ത്തിനിറങ്ങിയ പെണ്ണുങ്ങൾ എന്നത് ഇന്നലെ ദുബ്ബ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു അതിലൊന്ന് നീയായിരിക്കുമെന്ന്. അപ്പം ഈ അർത്ഥത്തില് ഏറ്റവും പുതിയ പെൺകുട്ടികളെ അനുഭവിക്കാനുള്ള പഴയ ഫ്യൂഡൽ നായർ സങ്കല്പങ്ങൾ ആ കാലത്ത് നിലനിന്നു എന്നുള്ളതും അത് എത്രമാത്രം ഇന്ന് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഈ കഥയുടെ പശ്ചാത്തലത്തിൽ കൂട്ടി വായിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ UP ജയരാജന്റെ കഥയിൽ നിരാശപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പൊരുതാൻ കഴിയാത്ത പോരാളികളുടെ വീരമായ ചരിത്രത്തെയല്ല കഥ അഡ്രസ് ചെയ്യുന്നത്. കഥ കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രതിരോധത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു കഥയിലും ഈവൻ നിരാശാഭരിതനായ സുഹൃത്തിനൊരു കത്ത് എന്ന കഥയിൽ പോലും ആ നിരാശ പിന്നീട് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വളർച്ചയായി പ്രതിരോധമായി മാറുകയാണ്. അതേ ഒരു സ്വഭാവം ഈ പറയുന്ന ബീഹാർ എന്ന കഥയിലും കാണാം. ആ കഥ ആ അർത്ഥത്തിൽ വികസിക്കുന്നത്, അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വികസിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കാൻ വേണ്ടി, നിലനിൽക്കാൻ വേണ്ടി, മുന്നോട്ട് പോകാൻ വേണ്ടി സ്വയം പ്രതിരോധ മാർഗങ്ങൾ ആർജിക്കുന്നതെന്നും അതെങ്ങനെ വിപ്ലവാത്മകമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതിന് കഥയുടെ മൂന്നാമത്തെ ഭാഗത്ത് അത് നമ്മുടെ UP ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഓമനെ, ഒടുവിൽ ഇന്ന് ഭോജാപൂരിനെ പറ്റി ഞാൻ നിന്നോട് പറയാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് വായിച്ചതിന് ശേഷം ഈ ഭാഗം വായിക്കാൻ തോന്നുന്നു. അപ്പം കുറച്ചുകൂടി നമുക്ക് ഈ കഥയുടെ ഉള്ളടക്കത്തെ കുറിച്ചൊരു ധാരണ കിട്ടും. ഓമനെ, ഈ വിശാലമായ പാടത്തിന്റെ വരമ്പിൽ നീ പറക്കുന്ന വെയിലിൽ ഗംഭീരമായ മൗനത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന ഈ അപരാഹ്നത്തിൽ ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുമ്പോൾ എനിക്കെന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ തോന്നുന്നു. പെട്ടെന്ന് ഈ ലോകം തലകീഴായി നിൽക്കുന്നു. മരങ്ങളും ചെടികളും ചുറ്റിക്കറങ്ങുന്ന പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. താഴ്ന്നു പറക്കുന്ന കാക്കകളുടെ അടിവയറുകൾ കാണാറാവുന്നു. നീന്തുന്ന വെൺമേഘങ്ങളുടെ കടലിൽ നിന്ന് ഏതോ പ്രപഞ്ച സത്യം എന്നെ ധീരമായി എതിരേൽക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഭോജാപൂരിലെ പെൺകുട്ടികളൊന്നും ഈ രീതിയിൽ ബലാത്സംഗത്തിനും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പൂതിരിമാരുടെ ഉയർന്ന ജാതിക്കാരുടെ ഇരകളായി മാറാത്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിങ്ങനെയാണെന്ന്. എന്തുകൊണ്ടെന്നാൽ ഭോജ്പൂരിൽ അടിയാളരുടെ ഒരു പെണ്ണുപോലും ഇന്ന് മാനഭംഗം ചെയ്യപ്പെടുന്നില്ല. ഭോജ്പൂരിൽ ആരോ എഴുതി വെച്ച കള്ളക്കണക്കുകൾക്ക് വേണ്ടി കൂലിയില്ലാത്ത വേല ഒരു കുട്ടി പോലും ചെയ്യുന്നില്ല. ഓമനെ, ഭോജ്പൂരിൽ മേലാളരെ കാണുമ്പോൾ അടിയാന്റെ തല കുനിയുന്നില്ല, വഴി മാറി കൊടുക്കേണ്ടി വരുന്നില്ല. ഭോജ്പൂരിൽ വേല ചെയ്യുമ്പോൾ പട്ടിണി കിടക്കുന്നുമില്ല. ഭോജ്പൂരിൽ കെട്ടിയ പെണ്ണിന്റെ ആദ്യ രാത്രി അവളുടെ പുരുഷൻ തന്നെയാണത്രേ പങ്കുവയ്ക്കുന്നത്. ഭോജ്പൂരിൽ പാതിരാത്രികളിൽ ചെറ്റക്കഥകുകൾ ആരും തള്ളി തുറക്കുന്നില്ലത്രേ. ഓമനെ, രഹസ്യമായി പറയാ, ഭോജ്പൂരിൽ അന്തിമയങ്ങിയാൽ തമ്പുരാന്മാർ പുറത്തേക്കിറങ്ങുന്നില്ല. പക്ഷേ ഓമനെ, ഭോജ്പൂരിൽ തോക്കുകളും ലാത്തികളും ചീറുന്നുണ്ട്. എന്നും സംഘട്ടനങ്ങൾ നടക്കുന്നുണ്ട്. പ്രാകൃതമായ പണിയായുധങ്ങൾ കൊണ്ടും ഒരു യുദ്ധം ആരംഭിക്കാമെന്ന് തെളിയിക്കുന്നുണ്ട്. നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്. ചോര വീണ് വഴികളും പാടങ്ങളും പോലും ചെന്നിറമായിരിക്കുന്നു. എല്ലാവർക്കും അച്ഛനും മക്കളും നഷ്ടപ്പെടുന്നുണ്ട്.
എന്നും ദുർമരണങ്ങളും ആർത്തനാദങ്ങളുമുണ്ട്. വ്യക്തികളുടെ പതനത്തിൽ ഒരു വർഗത്തിന്റെ വിജയമാണ് മുഴങ്ങുന്നത്. മൃതിയടയുന്നവർ നഷ്ടപ്പെടുക തന്നെയാണെങ്കിലും ഒരിക്കലും നഷ്ടപ്പെടാത്ത എന്തൊക്കെയോ അവർ നമുക്കായി നേടിവെക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രമാത്രം വിപ്ലവ ബോധ്യമുള്ള വിപ്ലവത്തെ, അതിൻ്റെ ആവിഷ്കാരങ്ങളെ ഇത്രമാത്രം തീവ്രമായി ആവിഷ്കരിച്ച മറ്റൊരു കഥ മലയാളത്തിലുണ്ടോ എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, മൃതിയടയുന്നവർ നഷ്ടപ്പെടുക തന്നെയാണെങ്കിലും ഒരിക്കലും നഷ്ടപ്പെടാത്ത എന്തൊക്കെയോ അവർ നമുക്കായി നേടിവെക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ വിപ്ലവകാരികളും ഇങ്ങനെ സ്വയം മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ധീര രക്തസാക്ഷികളാവുമ്പോൾ അവർ ബാക്കി വെച്ച അവരുടെ ധീരതയ്ക്ക് മുമ്പിലാണ് ലോകത്തിലെമ്പാടുമുള്ള പീഡിപ്പിക്കപ്പെട്ട അശരണായ മനുഷ്യർ ഉയർന്നു വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം ലോക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ മാസം അന്തരിച്ച ആഫ്രിക്കൻ കെനിയൻ എഴുത്തുകാരനായ ഗൂഗിവ തിയോങ്കോ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ചെറുപ്പകാലത്ത് കെനിയയിലെ ബ്രിട്ടീഷ് ആധിപത്യ കാലത്ത് അദ്ദേഹം അനുഭവിച്ച ജീവിത ദുരിതങ്ങളൊക്കെ തന്നെ മറികടക്കുന്നത് അദ്ദേഹം പറയുന്നത്, ഞാൻ ആവശ്യപ്പെടുന്നത് എൻ്റെ ഭാഷയെ, എൻ്റെ ദേശത്തെ തിരിച്ചു പിടിക്കുക. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് അപകോളനിവൽക്കരണം സ്വന്തം മനസ്സുകളിൽ സംഭവിക്കണം എന്നുള്ളതാണ്. അപ്പം അത്രമാത്രം വ്യക്തിപരമായി നമ്മളൊക്കെ തന്നെ എങ്ങനെ ഒരു രാഷ്ട്രീയ മനുഷ്യരായി മാറണം എന്ന ഒരു വലിയൊരു സന്ദേശം നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് നമ്മളിൽ നിന്നുള്ള ആ കോളനി അടിമത്തത്തിന്റെ ഈ മനോഭാവത്തെ എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം പറയുന്നത്, ഗൂഗിവ തിയോങ്കോ പറയുന്നത്. അതേപോലെ ഇവിടെ ഈ കഥയിൽ, ബീഹാർ എന്ന കഥയിൽ UP ജയരാജൻ പറയുന്നത്, നിങ്ങൾ തോറ്റ മനുഷ്യരായി ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടവരല്ല, മറിച്ച് ഈ തോൽവിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്കെങ്ങനെ ഈ പറയുന്ന അതീശത്വ മേൽക്കോയ്മയെ നമുക്ക് മറികടക്കാം എന്നുള്ളതാണ്. അങ്ങനെ കഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടി എന്ന് പറയുന്നത്, സർഗാത്മകത എന്ന് പറയുന്നത് കേവലം ഒരു സമയം പോക്കല്ല എന്നും അതിനപ്പുറത്തേക്ക് അത് കാലാതിവർത്തിയായ മനുഷ്യരാശിയുടെ വിമോചനത്തിന് ശക്തമായ പ്രതിരോധമായി മാറുന്ന മരുന്നാകണം എന്ന അർത്ഥത്തിലാണ് UP ജയരാജന്റെ ഓരോ കഥകളും രചിക്കപ്പെട്ടിരുന്നത്. നിരാശാഭരിതനായ സുഹൃത്തിനൊരു കത്ത് എന്ന കഥയിലേക്ക് വരുമ്പോൾ, ആ കഥ യഥാർത്ഥത്തിൽ ഈ കാലത്ത് വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ മുന്നിലുള്ള ജീവൽ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ അത്രയും രൂക്ഷമായ സാമൂഹിക പ്രശ്നങ്ങളെ കണ്ടിട്ടും നമുക്ക് പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യരാകുന്നത്. അങ്ങനെ പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യരൊക്കെ തന്നെ UP ജയരാജന്റെ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് തൻ്റെ മുമ്പിലെ ഏറ്റവും ചെറിയൊരു അനീതിക്കെതിരെയെങ്കിലും ഒരു വിരലുയർത്താൻ, ഒരു വാക്കെഴുതാൻ, അല്ലെങ്കിൽ ഒന്ന് കൂവാനെങ്കിലും ഉള്ള ഒരു ആത്മധൈര്യം UP ജയരാജന്റെ കഥകൾ ഇപ്പോഴും അവശേഷിപ്പിച്ച് നിർത്തുന്നുണ്ട്. അപ്പം ആ അർത്ഥത്തില് UP ജയരാജൻ മുന്നോട്ട് വെക്കുന്ന ഓരോ കഥകളും നമ്മുടെ ഈ വർത്തമാനകാലത്തെ പ്രത്യേകിച്ചും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ സാഹിത്യ സൃഷ്ടികളൊക്കെ തന്നെ വായിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഒരു വ്യക്തിപരമായ മാനസികമായ ഒരു ഉല്ലാസത്തിന് വേണ്ടി, അല്ലെ ഒരു ഉന്മേഷത്തിന് വേണ്ടിയൊക്കെയാണ് നമുക്ക് പലപ്പോഴും നമുക്കറിയാം. ഇന്ന് മലയാളത്തിൽ എഴുതുന്ന ഒട്ടനവധി നോവലുകളൊക്കെ തന്നെ വായിക്കുമ്പോൾ നമ്മൾ മനുഷ്യന്റെ വൈയക്തികമായ അനുഭവങ്ങളാണ് അതിലൊക്കെ തന്നെ പ്രമേയങ്ങളായിട്ട് വരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ മുമ്പിലുള്ള ഒട്ടനവധിയായ പ്രശ്നങ്ങൾ, അത് അസമത്വങ്ങളാവട്ടെ, ജാതിയാവട്ടെ, വർഗീയതയാവട്ടെ, സാംസ്കാരികപരമായിട്ട് നമുക്ക് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളാകട്ടെ, ഇതൊന്നും എന്തുകൊണ്ട് നമ്മുടെ സർഗാത്മകത ഉള്ളടക്കങ്ങളായിട്ട് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഈ കാലത്ത് UP ജയരാജന്റെ കഥകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ M സുകുമാരന്റെ കഥകൾ വായിക്കുമ്പോഴപ്പോൾ തന്നെ നമുക്ക് സ്വയം ചോദിക്കേണ്ടി വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഒരു കഥ എന്ന അർത്ഥത്തില് അതിന്റെ ഒരു ശില്പഭംഗി അത് ഏത് രീതിയിലായിരിക്കണം. പലപ്പോഴും UP ജയരാജന്റെ കഥകളൊക്കെ തന്നെ റിയലിസത്തിന്റെ ഏറ്റവും മൂർത്തമായ ആവിഷ്കാരങ്ങളൊക്കെ തന്നെ ചില വിമർശനങ്ങൾ നിൽക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി അത് ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കഥയായ അതേ കഥയുടെ പുനരാഖ്യാനം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. 1970 കാലങ്ങളിൽ ഈ പറയുന്ന തീവ്ര രാഷ്ട്രീയത്തിന്റെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിയമവ്യവസ്ഥയുടെ വേട്ടയാടലിൽ ഇരകളാക്കപ്പെടുന്ന ചെറുപ്പക്കാർ എങ്ങനെയാണ് ആ കാലത്ത് ജീവിച്ചതെന്നും, എങ്ങനെയാണ് അവർ പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ ചോദ്യം ചെയ്യലിന് സമയത്തുണ്ടാകുന്ന അവരുടെ
മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിച്ചത് എന്ന് വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ച ഒരു കഥയാണ് അതേ കഥയുടെ പുനരാഖ്യാനം എന്നുള്ള കഥ. ഒരു നിർമ്മൽ കുമാറിനെ അതിൽ എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ന് നമുക്ക് നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല ML പ്രസ്ഥാനത്തിലുള്ള പല ആ കാലത്തെ പല നേതാക്കളും പിന്നീട് പല രീതിയിൽ ചിലരൊക്കെ പ്രസ്ഥാനത്തിൽ നിശബ്ദരാകുകയും ചിലരൊക്കെ മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ അർത്ഥത്തിൽ ഈ കഥയിൽ ആവിഷ്കരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം പ്രായമായൊരു മനുഷ്യനാണ്. കഫേ എന്ന് പറയുന്ന ഒരു പീടികയിൽ എന്നും വന്നിരുന്ന് പഴയകാല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിന്റെ പേര് അനന്തൻ എന്നാണ്. അങ്ങനെ ഇയാളെ പോലീസ് പിടിക്കുകയും പഴയകാലത്തെ ഓരോ പ്രവർത്തകരെ കുറിച്ച് ഇവരിങ്ങനെ പോലീസ് അന്വേഷിക്കുമ്പോൾ നക്സൽ കഫയിലെ ആ ഒരു അനന്തനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം സഖാവ് അനന്തൻ മരിച്ചു പോവുകയാണ്. അതിനെക്കുറിച്ച് UP ജയരാജൻ അയാളെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഒരു പാരഗ്രാഫിൽ അദ്ദേഹം എഴുതിയത് വായിക്കുമ്പോൾ എങ്ങനെയാണ് UP ജയരാജൻ എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് തന്റെ മുന്നിലുള്ള ഈ വിപ്ലവ പ്രസ്ഥാനത്തിലെ മനുഷ്യരോടുള്ള ആ അദമ്യമായ എന്താ പറയാ ആത്മാർത്ഥത അത് വാക്കുകളിലേക്ക് ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന തീവ്രത, അതിനോടുള്ള ആത്മാർത്ഥത, അത് അങ്ങേയറ്റം എന്താണ് നമ്മൾ പറയുന്ന ഒരു 916 അത്രമാത്രം പരിശുദ്ധമാണെന്ന് നമുക്ക് ഈ കഥകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞാനത് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാം. അതേ കഥയുടെ പുനരാഖ്യാനം എന്ന കഥയിൽ ഈ അനന്തേട്ടനെ വിശേഷിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ അനന്തേട്ടൻ കഴിഞ്ഞ ദിവസം കഥാവശേഷനായി. അനന്തേട്ടൻ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന അതേ പീടികയിലെ ബ്രാക്റ്റിൽ നക്സൽ കഫേ ഒരു മേശമേൽ തലതാഴ്ച്ചിരുന്ന് അതേ ഇരിപ്പിൽ നിശബ്ദനായി മരണമടഞ്ഞു. വേരുകൾ മുരടിച്ചുപോയ ഒരു പാഴ്മരം പോലെ അവസാന കാലത്ത് അനന്തേട്ടൻ കുറച്ചൊക്കെ ജീർണിച്ചു പോയിരുന്നിരിക്കാം. എങ്കിലും ഒരു പടുകൂറ്റൻ ആൽമരം ഒരു മുരിക്കാക്കൊമ്പ് പൊട്ടി വീഴുന്നത് പോലെ നിശബ്ദമായി ലളിതമായി ആരെയും ബാധിക്കാതെ തിരോധാനം ചെയ്തു നമ്മുടെ നാട്ടിൽ നിന്നെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഥകളിലെ ചില ഉപമകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപകം എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ തന്നെ പറയുന്നു, വേരുകൾ മുരടിച്ചു പോയ ഒരു പാഴ്മരം പോലെ അവസാന കാലത്ത് അനന്തേട്ടൻ കുറച്ചൊക്കെ ജീർണിച്ച് പോയെന്നിരിക്കാം. നമുക്കറിയാം ആ കാലത്ത് 1970-കൾക്ക് ശേഷം ആ കാലത്ത് ജനകീയ സാംസ്കാരിക വേദിയുടെയും നക്സൽ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള പല പ്രഗത്ഭരായ രാഷ്ട്രീയ പ്രവർത്തകർ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പിൻകാലത്ത് അവരുടെ ജീവിതം എന്താണ് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യരെ ഒക്കെ തന്നെ പിന്നീടുണ്ടായ അവരുടെ സാമൂഹ്യ വീക്ഷണത്തിലെ മാറ്റങ്ങള്, രാഷ്ട്രീയ ബോധ്യങ്ങള്, തിരുത്തലുകള് അത് സംഭവിക്കുമ്പോഴും അവരൊരു കാലത്ത് നടത്തിയ വിപ്ലവ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയാൻ കഴിയാത്ത വിധം അത്രമാത്രം രാഷ്ട്രീയ ബോധം നിറഞ്ഞൊരു എഴുത്തുകാരനായിരുന്നു UP ജയരാജൻ എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, എങ്കിലും ഒരു പടുകൂറ്റൻ ആൽമരം ഒരു മുരിക്കാക്കൊമ്പ് പൊട്ടി വീഴുന്നത് പോലെ നിശബ്ദമായി എന്ന് പറയുമ്പോൾ ഒരിക്കൽ ആൽമരം പോലെ ഈ ഭൂമിക്ക് പുറത്ത് അത്രമാത്രം വേരുറപ്പുള്ള ഒരു വൃക്ഷമായി നിന്ന അനന്തേട്ടൻ സഖാവാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് എത്രമാത്രം ലളിതമായി ഏത് കുട്ടികൾക്കും പൊട്ടിയെടുക്കാവുന്ന മുരിക്കാക്കൊമ്പ് പോലെ ആ മനുഷ്യൻ അവസാനിച്ചു പോവുകയാണ്. അങ്ങനെ കഥ എന്ന് പറയുന്നത് ഒരു വ്യക്തി കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ ആ കഥാപാത്ര സൃഷ്ടിയില് ഉണ്ടാകുന്ന സവിശേഷത എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് UP ജയരാജൻ. ഓരോ കഥകളിലും നമുക്കിത് കാണാം. ഓരോ കഥകളിലും ഈ അർത്ഥത്തിലുള്ള ആവിഷ്കാരത്തെ നമുക്ക് UP ജയരാജന്റെ കഥകളിൽ നിറയെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ആ അർത്ഥത്തിൽ UP ജയരാജന്റെ കഥകളൊക്കെ തന്നെ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് നമുക്ക് മുഖവിലയിട്ട് പറയാവുന്നതാണ്. അപ്പം അത്തരത്തിൽ UP ജയരാജൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് മാത്രമല്ല, അതാത് കാലത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങളെ കൂടി രേഖപ്പെടുന്നുണ്ട്. ഇപ്പം മഞ്ഞ് എന്ന് പറയുന്ന കഥ ഒരുപക്ഷെ UP ജയരാജന്റെ തെയ്യങ്ങൾ കഴിഞ്ഞാൽ പക്ഷെ തെയ്യത്തേക്കാൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ട കഥയാണ് മഞ്ഞ് എന്നുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ആ കഥ, മഞ്ഞ് ആ ഒരു പ്രദേശത്ത് മുഴുവൻ മൂടുകയാണ്, വന്ന് പതിക്കുകയാണ്. മനുഷ്യർക്കാർക്കും അനങ്ങാൻ കഴിയാത്ത വിധം മഞ്ഞിനെ ഒരു അടിയന്തരാവസ്ഥയുടെ അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയുടെ രൂപകമായി തീർത്തുകൊണ്ട്, പ്രതീകമായി തീർത്തുകൊണ്ട്
ആ കഥ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു 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 രാഷ്ട്രീയത്തെ പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ 75 കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികങ്ങളൊക്കെ തന്നെ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആചരിക്കുന്നുണ്ടെങ്കിൽ കൂടി മഞ്ഞ് എന്ന് പറയുന്ന ഒരു കഥ മുന്നോട്ട് വെക്കുന്ന അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഒരുപക്ഷെ ഭാവിയിൽ സംഭവിക്കാൻ, അത് ഒരു രാജ്യത്ത് മാത്രമല്ല പല രാജ്യത്തേക്കും സംഭവിച്ച കഥകളാണ്. അത് അതിനകത്ത് അദ്ദേഹം പിന്നെ മോസ്കോയെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റു രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം താൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂമികയിൽ നിന്നുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിനെ ആഗോള പരിസരത്തിലേക്ക് വികസിപ്പിക്കാനും അത് ആഗോള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗംഭീരമായ ഒരു എന്താണ് രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന മറ്റൊരു കഥയാണ് ഇന്ത്യൻ തെരുവുകളെ പറ്റി ചില രഹസ്യങ്ങൾ എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മാറിപ്പോവുകയും അപ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നമുക്കുണ്ടാകുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അത് പലപ്പോഴും ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിന്റെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് വിശകലനം ചെയ്യാതെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിനോടുള്ള നമ്മളുടെ നിലപാടുകൾ അതൊക്കെ തന്നെ ഈ കഥയിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ആ അർത്ഥത്തിൽ എല്ലാ കാലത്തും മലയാള ചെറുകഥാ സാഹിത്യത്തിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ തന്നെ കൃത്യമായി രാഷ്ട്രീയത്തെ പറഞ്ഞു വെക്കുന്നത്, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയമല്ല, അതിനപ്പുറത്തേക്ക് അടിത്തട്ട് മനുഷ്യരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ മനുഷ്യരുടെ അല്ലെങ്കിൽ അസ്പൃശ്യരായ മനുഷ്യരുടെ ജീവിതത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വഴിവെട്ടുന്ന ഒരു ചിന്താ ലോകത്തെ, ഒരു പ്രത്യയശാസ്ത്ര ബോധത്തെ അവതരിപ്പിക്കാൻ UP ജയരാജന്റെ എല്ലാ കഥകൾക്കും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് നമ്മൾ നിരന്തരമായി ഓർമ്മിക്കുകയും അവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുകയും ചെയ്യുന്നത് അവർ എക്കാലത്തും ഈ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെ പലപ്പോഴും ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ, ഒരു കഥാകൃത്തി എന്ന അർത്ഥത്തിൽ നിരാശനാകപ്പെടുന്നുണ്ട് എഴുത്തുകാരനെങ്കിലും ആ നിരാശയിലൊക്കെ തന്നെ നേരത്തെ നമ്മൾ ബീഹാർ എന്ന കഥയിൽ കണ്ടതുപോലെ തന്നെ അതിനെ തിരിച്ചു പിടിക്കാനുള്ള വളരെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ഒരു മാജിക് എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ കഥകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിരാശാഭരിതനായ സുഹൃത്തിനൊരു കത്ത് എന്ന കഥയിലെ ആ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ അമ്മ ഇയാളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് മകനെ ഇങ്ങനെ നിശബ്ദനായി മൗനമായി ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ അവസരത്തിലും ഈ അമ്മ ആരെന്നുള്ളത് ഈ സുഹൃത്തിന് അറിയുന്നില്ല. പിന്നീടാണ് അവര് പറയുന്നത്, ഞാൻ എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് ഈ കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മുത്തശ്ശി ഈ കുടലിൽ എങ്ങനെ തനിച്ചു കഴിയുന്നു, നിങ്ങൾക്ക് ആരുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവര് പറയാണ്, എനിക്കാരുമില്ല, പക്ഷേ എല്ലാവരുമുണ്ട്. ഇങ്ങനെയാണ് UP ജയരാജന്റെ കഥയിലെ രാഷ്ട്രീയം ഒരു പ്രഗത്ഭനം കൊള്ളിക്കുന്നത്. എനിക്കാരുമില്ല, പക്ഷെ എല്ലാവരുമുണ്ട്. നിന്നെ പോലുള്ള ചെറുമക്കൾ എന്റെ നേരെ വീണ്ടും പഴയപടി തൊണ്ണുകാട്ടി ചിരിച്ച ശേഷം വൃദ്ധ പറഞ്ഞു, 48-ൽ എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടത് മുതൽ ഞാൻ മിക്കവാറും ഒറ്റയ്ക്ക് തന്നെ. 1948 എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ, നമ്മുടെ സ്വാതന്ത്ര്യാനന്തരമുണ്ടായ ചരിത്രത്തിൽ 48 ഏതൊക്കെ അർത്ഥത്തിലാണ് രേഖപ്പെട്ടു പോകുന്നത് എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് പറയുന്നു, പെട്ടെന്ന് എന്റെ സിരകളിൽ ഉരുൾപൊട്ടിയ ഒരു നടുക്കത്തോടെ പിടിഞ്ഞിണർന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്താണിത്, കൊല്ലപ്പെട്ടെന്നോ? അതെ, ഓർമ്മകളിലൂടെ സ്വയം സഞ്ചരിക്കുന്നത് പോലെ ഒരുതരം ആഴ്ന്ന എന്നാൽ മൃദുവായ ശബ്ദത്തിൽ വൃദ്ധ പറഞ്ഞു, 48-ൽ തെലുങ്കാന സമരത്തിൽ എന്റെ ഭർത്താവിനെ അവർ വെടിവെച്ചു കൊന്നു. ഞാനപ്പോൾ സ്തംഭനായി ഒരു പ്രതിമയെ പോലെ നിശ്ചലനായി പോയിരിക്കുന്നു. നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ? അയാൾ വീണ്ടും ചോദിക്കുകയാണ്. വൃദ്ധ പറയുന്നു, ഉണ്ടായിരുന്നു. മൂത്തവൻ ബാസവയ്യ കഴിഞ്ഞ വർഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് പേപ്പറിൽ വന്നെങ്കിലും അത് സത്യമല്ല. ബാസവയ്യനെ ഒളിച്ചിരുന്ന ഇടത്തിൽ നിന്ന് പിടിച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് ഗ്രാമം മുഴുവൻ കണ്ടതാണ്. മൂത്തവനായിരുന്നില്ലേ ബാസവയ്യ? അർദ്ധോക്തിയിൽ വിരമിച്ചുകൊണ്ട് വിയർപ്പ് തുള്ളികൾ ഉരുണ്ടുകൂടിയ
ആവി പൊങ്ങുന്ന മുഖത്തോടെ ഞാൻ ചോദിച്ചു, അതേ, അപ്പനെ പോലെയായിരുന്നു മൂത്തവൻ. ഇളയവൻ നാഗയ്യ ജയിലിലുണ്ടെന്നും ഇല്ലെന്നും കേൾക്കുന്നു. പക്ഷേ നമ്മുടെ ആൾക്കാർ പറയുന്നത് അവൻ ജയിലിൽ ജീവനോടെ ഉണ്ടെന്ന് തന്നെയാണ്. അപ്പം 1978 എഴുതിയ ഈ കഥാപരിസരം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്ന് പ്രത്യേകിച്ചും ഇത് കേൾക്കുന്നവരോട് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. അപ്പം ആ അർത്ഥത്തിൽ UP ജയരാജ് മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ സർഗാത്മകത എന്ന് പറയുന്നത് എല്ലാ കാലത്തെയും അതിജീവിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിലെ ഒരിക്കലും എഴുതിത്തീരാത്ത രാഷ്ട്രീയ ഉള്ളടക്കത്തിന്റെ അത്യുജ്വലമായ രേഖപ്പെടുത്തലാണ് എന്ന് നമുക്ക് എപ്പോഴും പറയാൻ കഴിയും. ആ അർത്ഥത്തിലാണ് അദ്ദേഹം എല്ലാ കഥകളും ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, UP ജയരാജൻ ഏതെങ്കിലും കഥകൾ എഴുതിയത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക കാലത്തെ രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല. KPFN എന്ന് പറയുന്ന നിരൂപകൻ ഈ രാഷ്ട്രീയ സാഹിത്യത്തെക്കുറിച്ച്, എഴുത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ വിശാലമായ അർത്ഥത്തിലാണ് സാഹിത്യത്തിൽ രാഷ്ട്രീയം കടന്നു വരുന്നത്. കാരണം ജീവിത ചിന്തകളുടെ മറ്റൊരു മുഖമാണതിനെന്ന് KPFN തന്റെ കഥാസാഹിത്യത്തെക്കുറിച്ചുള്ള നിരൂപണത്തിൽ പറയുന്നുണ്ട്. അപ്പം ജീവിത ചിന്തകളുടെ മറ്റൊരു മുഖമാണ് രാഷ്ട്രീയ കഥകൾ എന്ന് പറയുമ്പോൾ പുതിയ കാലത്തെ കഥകളിൽ എത്രമാത്രം ആ രീതിയിലുള്ള രാഷ്ട്രീയത്തെ നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എഴുത്തുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൂടി ഇത്തരം സംവാദങ്ങൾ നമുക്ക് ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 1950-കൾക്ക് ശേഷം, ഒരുപക്ഷെ 1990-കൾക്ക് ശേഷം, UP ജയരാജന് ശേഷം ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടായിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങൾ, അതിനെ കൃത്യമായി നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ, അതിൽ നിന്നുണ്ടാകുന്ന വിഭജിതമായ ഒരു സമൂഹത്തെ വിഭജിക്കുന്ന രീതിയിലുണ്ടാകുന്ന ചില നറേറ്റീവ്സ്, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കൃത്യമായി പ്രത്യക്ഷപ്പെട്ടു വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കഥാസാഹിത്യത്തിൽ, നമ്മുടെ നോവൽ സാഹിത്യത്തിൽ, നമ്മുടെ സർഗാത്മക മറ്റ് സാഹിത്യത്തിലൊക്കെ തന്നെ ഇത്തരം പ്രമേയങ്ങൾ ഏത് രീതിയിലാണ് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ വായിച്ചിട്ടുള്ളത് എന്നുള്ളൊരു സ്വയം ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് UP ജയരാജനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ എല്ലാ കുറിപ്പുകളിലും പറയുന്നത് പോലെ തന്നെ, നമ്മൾ ഈ പോസ്റ്ററിൽ എഴുതി വെച്ചതുപോലെ തന്നെ UP ജയരാജൻ പറഞ്ഞ അതേ വാക്ക് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വെയിൽ ചിന്നുന്നുണ്ട്, ഓർമ്മകൾ ഉണരുന്നുണ്ട്, കാക്കകൾ കരയുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്, മരങ്ങൾ ഉലയുന്നുണ്ട്, കാടിളകുന്നുണ്ട്, ചൂഷണം പെരുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമരം തുടരുന്നുമുണ്ട്, നമ്മളത് തുടരേണ്ടതുമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്സ് AK ദിനേശൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ UP ജയരാജനെ പരിചയപ്പെടുമ്പോൾ പുതിയ രീതി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സമരവീര്യത്തിന്റെ ഭാഷാപരമായ അല്ലെങ്കിൽ സാംസ്കാരികപരമായ ഒരു ഊർജത്തോടു കൂടിയിട്ടാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് ഈ ഫാസിസത്തെ നേരിടാനുള്ള ആയുധങ്ങളെല്ലാം UP ജയരാജന്റെ കഥകളിലെ അല്ലെങ്കിൽ വാക്കുകളിൽ മൂർച്ച കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതൊരു ഈ സർഗാത്മകമായ വാക്കുകളാണല്ലോ. നേരത്തെ കഥകളെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞ പോലെ കാലത്തെ മറികടക്കുന്ന സർഗാത്മകമായ അക്ഷരങ്ങളിലും വാക്കുകളിലും നമ്മുടെ പ്രതിരോധത്തിന്റെ ആയുധത്തെ രാഗി ഏറ്റവും മൂർച്ചയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എത്ര മൂർച്ച കൂട്ടിയാലും പോരായ്മ വരുന്ന ഈ കാലഘട്ടത്തിൽ അത് ആവശ്യം കൂടിയാണ്. ഏറ്റവും ഇന്നലെ മിനിഞ്ഞാന്ന് വരുന്ന കരച്ചിലുകൾ, അസമിൽ നിന്ന് വരുന്ന കരച്ചിലുകൾ, എനിക്ക് തോന്നുന്നത് ഇത്രയും ഭീകരമായ രീതിയിൽ യാതൊരു തരത്തിലുള്ള പ്രതിരോധങ്ങളും ഇല്ലാതെ നിശബ്ദമായി തുടച്ചു നീക്കപ്പെടുന്ന വലിയൊരു ജനവിഭാഗം, അസം ബുൾഡോസറുകളുടെ നിരന്തരമായ കടന്നുകയറ്റങ്ങളിലൂടെ നൂറുകണക്കിന് വീടുകളിൽ നിന്ന് ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന ഇത്രയും ഭീകരമായ ഒരവസ്ഥയിൽ അത്തരം വാക്കുകളും അത്തരം സർഗാത്മക ചിന്തകളും, കാലത്തെ അതിജീവിക്കുന്ന സർഗാത്മക ചിന്തകളും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആയുധങ്ങളെ മൂർച്ച കെട്ടാൻ ഉപകരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒത്തുചേരലും
ഈ UP ജയരാജനെ വീണ്ടെടുക്കലും. എന്തായാലും വളരെ വളരെ നന്ദി കെ ദിനേശൻ. പ്രിയപ്പെട്ട ദിനേശൻ, മണികണ്ഠൻ, വേണുഗോപാൽ, മണികണ്ഠൻ ആമുഖത്തിൽ പറഞ്ഞതും തൻ്റെ ദീർഘ സംഭാഷണത്തിൽ ദിനേശൻ സൂചിപ്പിച്ചതുമായിട്ടുള്ള ജയരാജന്റെ അനുഭവ മണ്ഡലം തീർച്ചയായിട്ടും ഒരു കഥാകാരന്റെ അനുഭവ മണ്ഡലം പ്രത്യക്ഷമായിക്കൊള്ളണമെന്നില്ല. പ്രത്യക്ഷമായ അനുഭവ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പോലും രാഷ്ട്രീയ ദാർശനികതയുടെ ഏറ്റവും കരുത്തുറ്റ ഊർജത്തിൽ നിന്നാണ് ജയരാജൻ കഥകൾ എഴുതിയിട്ടുള്ളതെന്ന് സംശയലേശം എന്നെ ദിനേശൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് ജയരാജനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിവിദൂരമല്ലാത്ത ഒരു ചരിത്ര കാലത്തെ നമ്മുടെ ചിന്തകൾക്ക് തീപിടിച്ച ഒരു യൗവനത്തിന്റെ വിപ്ലവാവേശങ്ങളുടെ ഓർമ്മകളിലേക്ക് നാം തിരിച്ചിറങ്ങുക എന്നാണ് അർത്ഥം. ജയരാജന്റെ കഥകൾ എപ്പോഴും ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജീവിതം തന്നെയാണ് എല്ലാറ്റിനും മീതെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജീവിതം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് കൂടി സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം നിശ്ചല ദൃശ്യം എന്ന് പറയുന്ന കഥയിൽ വളരെ സ്പഷ്ടമായത് പറയുന്നുണ്ട്. ഇത് ഓരോ കഥകൾ എടുത്ത് പരിശോധിച്ച്, ഞാൻ മുഴുവൻ കഥകളും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് വളരെ വിശദമായി ദിനേശൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജയരാജ് വാക്കുകളെ താലോലിക്കുകയായിരുന്നില്ല, വാക്കുകളെ ആക്രമിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. മനുഷ്യന്റെ മേൽ സ്ഥാപിക്കാൻ വരുന്ന മനുഷ്യന്റെ മേല് അധികാര വ്യവസ്ഥ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാംസ്കാരിക അധിനിവേശമുണ്ട്. ആ സാംസ്കാരിക അധിനിവേശത്തിനെതിരായിട്ടുള്ള തൻ്റെ സർഗാത്മക പ്രതിരോധമായിരുന്നു അദ്ദേഹത്തിന്റെ കഥകൾ എന്ന് ഓരോ കഥകൾ എടുത്തു പഠിക്കും. ഇപ്പം 1950 ജനിക്കുക, 62 ആദ്യ കഥ പ്രസിദ്ധീകരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. ഓക്കിനാവിലെ പതിവ്രതകൾ എന്ന് വരുന്ന കഥകളിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ കഥകൾ എടുത്ത് പരിശോധിച്ചാലും നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഓരോ കഥകളും തൻ്റെ രാഷ്ട്രീയ ദാർശനികതയെ മനുഷ്യ ചരിത്രത്തിൽ, അതായത് ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ, നിരാശാഭരിതനായ സുഹൃത്തിലെ വിപ്ലവകാരി കൊല്ലപ്പെട്ട വിധവയായ ഒരു അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഓർക്കുകയാണ്. ചരിത്രത്തിൽ രക്തസാക്ഷികളായവരുടെ ഓർമ്മകളാണ് എന്നെ മുന്നോട്ട് വീണ്ടും വീണ്ടും നടത്തുന്നതെന്നും ഈ നെറികെട്ട വ്യവസ്ഥക്കെതിരായിട്ടുള്ള ഓരോ ചൂണ്ടുവിരലായിട്ട് എൻ്റെ കഥകളും എൻ്റെ വാക്കുകളും പ്രയോഗിക്കപ്പെടണം എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഭവം കൊണ്ടാണ് പലരും എഴുതുക എന്ന് പറയുമ്പോൾ പട്ടിണി കിടന്ന് വിശപ്പറിഞ്ഞവരുടെ ഒരു തീച്ചൂട് കൃത്യമായും അദ്ദേഹത്തിന്റെ കഥകളിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു കാലത്തേക്ക് വരുമ്പോൾ ഇപ്പം എല്ലാ കാലത്തേക്കും കാലാധിവർത്തിയായി പ്രവർത്തിക്കുന്നതാണ് സർഗാത്മകത എന്നൊക്കെയുള്ള ആനുഷംഗികമായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറഞ്ഞ് ക്ലീശയായിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ ഓർമ്മ വരും. ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ദാർശനികത, മനുഷ്യ വിമോചനവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ചിന്താപദ്ധതികൾ ലോകത്താകമാനം ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ ആദ്യത്തെ വരികളിൽ പറഞ്ഞ ജനങ്ങൾ ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചൂഷണം യഥാർത്ഥത്തിൽ പെരുകുന്നുണ്ട്. ഈ പെരുകൽ ഉണ്ടാവുമ്പോഴും വിമോചനത്തിന്റെ ശബ്ദങ്ങൾക്ക് കരുത്തു കുറയുന്നു എന്നുള്ള ഏറ്റവും സങ്കീർണമായ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലത്താണ് നാം ഇന്ന് ജീവിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ
കേരളം പോലെയുള്ള ഒരു സ്ഥലമെടുത്ത് പരിശോധിച്ചാലും നമുക്കുമേൽ ഒരു എന്താ പറയാ വലിയ ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് ഫാസിസത്തിന്റെ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വത്തിന്റെ ചേർന്നുള്ള ഒരു വലിയ മതിൽ കോട്ട തന്നെ നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ സർഗാത്മകതയെ അവർ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. എല്ലാ രീതിയിലും അത് നഷ്ടപ്പെടുകയാണ്. നമ്മളുടെ ചിന്തയെ, നമ്മളുടെ ജീവിതാദർശങ്ങളെ, നമ്മുടെ വിദ്യാഭ്യാസത്തെ, നമ്മുടെ ചരിത്രത്തെ എല്ലാം ഈ അധീശ ശക്തികൾ യഥാർത്ഥത്തിൽ പല രൂപത്തിലും ഭാവത്തിലും ഭാഷയിലും നമ്മളുടെ മേൽ ഒരു മതില് കെട്ടുന്ന വളരെ എന്താ പറയാ ഭയാനകമായ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ചെറിയ ചെറിയ ശബ്ദങ്ങളായി പല ഭാഗങ്ങളിലും പലതും ഉയർന്നു വരുന്നുണ്ടെങ്കിലും കഥയുടെയോ സാഹിത്യത്തിന്റെയോ നാടകത്തിന്റെയോ മറ്റേതെങ്കിലും സർഗാത്മകമായ മണ്ഡലങ്ങളിലും ഒറ്റപ്പെട്ടതായ തരത്തിലുള്ള ഈ കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ജയരാജനൊക്കെ ജീവിച്ചിരുന്ന അദ്ദേഹം തന്റെ സൃഷ്ടികൾ രചനാപരമായ സർഗാത്മകമായ രചനകൾ നടത്തുന്ന ഒരു കാലത്തിൽ നിന്ന് എല്ലാറ്റിനെയും വിട്ടെറിഞ്ഞ് ഈ തെരുവുകൾ കലുഷിതമാക്കുന്ന അനുഭവത്തിന്റെ തീപ്പന്തമുയർത്തിയിരുന്ന ഒരു കാലത്തിൽ നിന്ന് എല്ലാവരെയും കീഴടക്കാൻ തക്കവണ്ണമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ കീഴടങ്ങിപ്പോകുന്ന, നമുക്കറിയാം ഇന്നത്തെ ഒരു സാഹചര്യം നോക്കിയാൽ ഈ സാഹിത്യത്തിനൊക്കെ തീ കൊടുത്ത് തെരുവുകളിൽ ഇറങ്ങി കവിത ചൊല്ലിയവർ, എന്താ പറയാ ദിഗന്ധങ്ങൾ ഭേദിക്കുന്ന ശബ്ദത്തിൽ ഒച്ചവെച്ചവർ ഇന്ന് വ്യവസ്ഥയ്ക്ക് വേണ്ടി കീഴടങ്ങുകയും എങ്ങാനും ചില ശബ്ദങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഉയർത്തിയാൽ ആയി എന്നുള്ളതിന് കവിഞ്ഞ് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന ഈ ആഗോളീകരണത്തിന്റെയും മറ്റ് നവലിബറലിസത്തിന്റെയും ഒക്കെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്നവരായി, ഭരണവ്യവസ്ഥയുടെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്നവരായി തീരുന്ന സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജയരാജനെ ഓർമ്മിക്കുന്നത്. ഇപ്പൊ ഈ അനുസ്മരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ആധുനിക ലോകം, ഉത്തരാധുനിക ലോകം വെച്ച് നീട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാവുമ്പോഴും നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാനുള്ള ഒരു വലിയ ആവേശമാണ് നമ്മൾക്കുള്ളത് എല്ലാ അർത്ഥത്തിലും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പരിമിതമായി കിട്ടുന്ന ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് CV ബാലകൃഷ്ണനെ പോലെയുള്ള KP അപ്പനെ പോലെയുള്ള 1-2 ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കഥാപരിസരത്തെ, കഥാവ്യവഹാരങ്ങളെ ആ അർത്ഥത്തിൽ പഠിക്കാനും നിരൂപണം ചെയ്യാനും ഇത് കലാധിവർത്തിയായി നിലനിൽക്കുന്ന കഥകളാണ് അല്ലെങ്കിൽ സാഹിത്യമാണ് എന്ന് പറയാനും തയ്യാറായിട്ടുള്ളൂ. മറ്റു പലരും വിമർശനാത്മകതയുടെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അതിനെ തമസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം എം സുകുമാരനെ കുറിച്ച് പറഞ്ഞാലും പട്ടത്തുവിളയെ കുറിച്ച് പറഞ്ഞാലും മറ്റൊട്ടനേകം ആളുകൾ കവിതയുടെ ലോകത്ത് നമുക്കറിയാമല്ലോ, ബാലചന്ദ്രൻ ചുള്ളിക്കാടും ഒക്കെ വളരെ കടമനിട്ടയും ഒക്കെ എത്രയെത്ര ആവേശത്തിലാണ് നമ്മുടെ തെരുവുകളിൽ ഈ കവിത പാടിയിരുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭം കേരളത്തിൽ ഉണ്ടാക്കിയത്. അതെങ്ങനെയാണ് മാഞ്ഞു പോയത് എന്നുള്ള അതിന്റെ മറ്റു കാരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിനപ്പുറം ഇന്നും ഒരുപക്ഷെ 99-ൽ അദ്ദേഹം മരിക്കുമ്പം ഇന്ത്യയിൽ പുതിയൊരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. നവലിബറലിസം എന്ന് പറയുന്ന, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പുതിയൊരു ആധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം കൊള്ളുന്ന ഒരു കാലത്താണ്. അതിന്റെ തീഷ്ണത ഇന്നത്തേതുപോലെ ഇല്ലാത്ത ഒരു കാലത്താണ് ജയരാജ് മരിച്ചു പോകുന്നതെങ്കിലും ഇന്ന് അതിന്റെ ഏറ്റവും ഉന്നതമായ പുതിയ അധികാര രൂപങ്ങൾ എല്ലാ അർത്ഥത്തിലും മനുഷ്യന്റെ എല്ലാ ജീവിത രൂപങ്ങളെയും കെട്ടിവരിഞ്ഞ് മുറുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതിനെതിരായിട്ടുള്ള ഊർജം ആവാഹിക്കലാണ് ഇത്തരം കഥ വായിക്കുന്നതിലൂടെ, ഇത്തരം കഥാകാരന്മാരെ ഓർത്തെടുക്കുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുക. അത്തരമൊരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തെ, അത്തരത്തിലൊരു രാഷ്ട്രീയ വ്യവഹാര മണ്ഡലത്തെ നമ്മുടെ സമൂഹത്തിൽ, കേരളം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ സുസ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അതിന് പ്രതിജ്ഞാബദ്ധമായിക്കൊണ്ടാണ് നമ്മുടെ കൾച്ചറൽ ഫോറം പോലെയുള്ള ചെറിയൊരു സംഘടന
ഇന്ന് കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്നത്, അത് പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾ എന്താ പറയാ, പൊതുവായിട്ട് നമ്മളുടെ ഇടപെടൽ കണ്ടാൽ മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയുമാണ് എൻ്റെതായി എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഈ കാര്യത്തിൽ നമ്മളോട് കൾച്ചറൽ ഫോറത്തോട് സഹകരിച്ച ഈ ദിനേശ് ചേട്ടനും ബാക്കി എല്ലാവർക്കും, ഇത് കേൾക്കുന്ന ആളുകൾക്കും എല്ലാം കൾച്ചറൽ ഫോറത്തിന്റെ ഔപചാരികമായ നന്ദി അറിയിക്കുക. സഖാവേ ലൈവ് കഴിഞ്ഞതിൽ